പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവ സാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ ഇന്ന് ഫാദേഴ്സ് ഡേ, അതായത് അപ്പന്മാർക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടിയുള്ള ദിവസം ആഘോഷിക്കുകയാണ്. നമുക്ക് ഭൂമിയിൽ ജന്മം നൽകാനൊരു പിതാവുണ്ട്, സത്യമാണ്. പക്ഷെ അതിനേക്കാളും വലിയൊരു സത്യമുണ്ട്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്, ദൈവം തന്നെയായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:9 നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ബാക്കി നമുക്കറിയാം. ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കാനല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് ദൈവത്തെ അപ്പാ, പിതാവേ എന്ന് വിളിക്കാനല്ല. കാരണം ദൈവം എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു വലിയ ഭാഗ്യമെന്ന് പറയുന്നത്, ദൈവം നമ്മുടെ കുറ്റങ്ങൾ നോക്കി, കുറവ് നോക്കി നമ്മൾ ശിക്ഷിക്കാനിരിക്കുന്ന ഒരു ന്യായാധിപനാണ്. ക്രിസ്ത്യാനിക്ക് ദൈവം എന്ന് പറയുന്നത് അവൻ നല്ല ഒരു അപ്പനാണ്. കുറവുകൾ കണ്ടാൽ തിരുത്തി തരുന്ന, വേദനകളിൽ കൂടെ നിൽക്കുന്ന, തകർച്ചയിൽ കൂടെ നിൽക്കുന്ന, ആ തകർച്ചയിൽ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരുന്ന ഒരു നല്ല അപ്പനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അപ്പനുമായുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്കാണ് യേശു ക്രിസ്തു നമ്മൾ ക്ഷണിക്കുന്നത്. ദൈവവും മനുഷ്യനുമല്ല, അപ്പനും മക്കളും. ഈ അപ്പന്റെ മക്കളാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അമേസിംഗ് ആയ, ഇതുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ജീവിതം വേറെയില്ല. ക്രിസ്തീയ ജീവിതത്തെ മറ്റേതൊരു വിശ്വാസ ജീവിതത്തെക്കാളും വ്യത്യസ്തമാക്കി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ദൈവം നമ്മുടെ അപ്പനാണ്. ഈ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സഹായിക്കട്ടെ. പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ മേൽ വരും. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിക്കും. ആ ജീവിതക്രമത്തിലേക്ക് നമ്മൾ മാറാൻ പോവാം, അപ്പനും മക്കളുമായി. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.